ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാം ചേഞ്ചസും അതല്ലാതെ കോഴ്സ് ചേഞ്ചസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എത്ര ഡേയ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെന്നെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പ്രോഗ്രാം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതല്ലാതെ കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ കുറേ സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനി മാറ്റണമായിരുന്നു, ചേഞ്ച് ചെയ്യണമായിരുന്നു എന്ന് കുറേ സ്റ്റുഡൻസിന് പിന്നീടാണ് പഠിച്ചു തുടങ്ങുമ്പോഴൊക്കെയാണ് നമുക്കത് തോന്നുക. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്, എല്ലാ സ്റ്റുഡൻസിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുക. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിൻ്റെ ഒരു ഇഷ്ടപ്രകാരമായിരിക്കും ആ ഒരു പ്രോഗ്രാം എല്ലാം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് അത് വേണ്ട, അത് ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ഡേയ്സ്, അതായത് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും അത് മാറ്റേണ്ടതാണ്. അതായത് നമുക്കൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്റർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതായത് അതിനുള്ള അപേക്ഷ നിങ്ങൾക്ക് ഫോം എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്നതാണ്. അതായത് യൂണിവേഴ്സിറ്റി ഒരു ഡേറ്റ് തരും, നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപേക്ഷ സമർപ്പിക്കാൻ വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഒരു ഡേറ്റ് തരും, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, ആ ഫോം സമർപ്പിക്കുക. അത് അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. യൂണിവേഴ്സിറ്റി തരുന്ന ആ 50 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രോഗ്രാമിൻ്റെ ചേഞ്ച് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് അടുത്തതായിട്ട് നമുക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചൂസ് ചെയ്ത കോഴ്സ് എന്തായാലും നിർബന്ധമായിട്ടും അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെമസ്റ്റർ വൈസിൽ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 15 ഡേയ്സ്, നമുക്ക് പ്രോഗ്രാം ചേഞ്ച് 50 ഡേയ്സ് ആണ്. അതേപോലെ തന്നെയാണ് നമുക്ക് കോഴ്സ് ചേഞ്ചസും നമുക്ക് 15 ഡേയ്സ് ആണ്. അപ്പോൾ ഈ കോഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള 15 ഡേയ്സ് യൂണിവേഴ്സിറ്റി തരും. ഓക്കെ, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാറ്റാനേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ, അതായത് പ്രോഗ്രാം ചേഞ്ചസിൻ്റെ പോലെ തന്നെയാണ് കോഴ്സ് ചേഞ്ചസും. സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ മുൻപ് തന്നെ നിങ്ങൾ ഒരു അഡ്മിഷൻ ചെയ്യുമ്പോൾ മുന്നേ തന്നെ കോഴ്സും പ്രോഗ്രാമും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ കോഴ്സ് ചേഞ്ചസ് ഒക്കെ ചെയ്യുമ്പോൾ മേ ബി നമുക്ക് സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ഓരോരോ കോഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ ആഫ്റ്റർ എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ ജോബാണ് കിട്ടുന്നത് എന്നൊക്കെ നല്ലതായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഡിഗ്രി നിങ്ങൾ ചൂസ് ചെയ്യാം. ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം, അതായത് മറ്റുള്ളവർ പറയാതെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ നിങ്ങൾ കോഴ്സ് എന്തായാലും എടുക്കാൻ ശ്രമിക്കുക. അതെ, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാം ചേഞ്ചസിന് 15 ഡേയ്സും അതേപോലെ തന്നെ കോഴ്സ് ചേഞ്ചസിന് 15 ഡേയ്സും ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.